ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ +1 ഗ്രാമറിൽ 4 മാർക്കിന് ചോദിക്കുന്ന മറ്റൊരു സാധനമാണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് ഇതുവരെ പഠിക്കാത്തവരുണ്ടാവും, കാരണം റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് പുതിയൊരു സാധനമല്ല. ഇനി ഇത് എക്സാം സീസണിൽ മാത്രം പഠിക്കുന്നവരുണ്ടാവും, അതല്ല ചിലർക്ക് ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഡൗട്ട് ഉണ്ടാവും. ഈ 3 ടൈപ്പ് ഓഫ് ആൾക്കാർക്ക് പറഞ്ഞു തരാൻ വളരെ സിമ്പിൾ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നതാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, രണ്ടുപേരും അവിടെ സംസാരിക്കുന്നുണ്ട്, അവരെന്തോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് മൂന്നാമതൊരാളായ ഞാൻ കേട്ടു, മൂന്നാമതൊരാളായ ഞാൻ നാലാമതൊരാളായ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു. അവിടെ കേട്ട കാര്യമില്ലേ, അവർ തമ്മിൽ സംസാരിക്കുന്ന ആ കാര്യമില്ലേ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് വിളിക്കുക. ഇനി മൂന്നാമതൊരാളായ ഞാനത് കേട്ടു, അത് നിങ്ങളോട് വന്ന് മാറ്റി പറഞ്ഞു അല്ലെ. അപ്പൊ മാറ്റി പറയുന്ന സമയത്ത് ചെറിയ ചെറിയ വാക്കുകൾക്കൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റി പറഞ്ഞതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയാണ്? ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടുനൈറ്റ് എന്നുള്ളതാണ് ഡയറക്റ്റ് സ്പീച്ച്. പക്ഷേ അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ് എന്നുള്ളതായിട്ട് മാറി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ യു എന്നുള്ളത് ഷീ ആയിട്ട് മാറി, ഇവിടെ ഇവിടുന്ന് ഒരു ആസ്ഡ് വന്നു, ഇവിടെ ഇവിടുന്ന് ഒരു ഇഫ് വന്നു, ഈ ടുനൈറ്റ് എന്നുള്ളത് ദാറ്റ് നൈറ്റ് ആയിട്ട് മാറി. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് കുറച്ച് വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ആ വാക്കുകളുടെ മാറ്റമാണ് ഞാൻ ഇവിടെ ഒരു ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തായാലും പഠിച്ചേ മതിയാവും. ഈ ലിസ്റ്റ് നമുക്ക് ഓർമ്മയില്ലാതെ റിപ്പോർട്ടഡ് സ്പീച്ച് തൊടാൻ പറ്റൂല. ഐ എന്നുള്ളത് ഹി ഷീ ആയിട്ട് മാറും, യു എന്നുള്ളത് ഹി ഷീ ആയിട്ട് മാറും, യുവർ എന്നുള്ളത് ഹിസ് ഹെർ ആയിട്ട് മാറും, വി ദേ ആവും, അവർ എന്നുള്ളത് ദേർ ആവും, മൈ എന്നുള്ളത് ഹിസ് ഹെർ ആവും, ടുഡേ ദാറ്റ് ഡേ ആയിട്ട് മാറും. നമ്മളിപ്പോൾ നേരത്തെ കണ്ടു. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ ആയിട്ട് മാറും. അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഉണ്ട് മാറ്റങ്ങൾ വരുന്ന. ചുരുക്കി പറഞ്ഞാൽ V1 എല്ലാ കാര്യങ്ങളും V2 മാറും, V2 എല്ലാ കാര്യങ്ങളും ഹാഡ് പ്ലസ് V3 മാറും. ഇത് സിംപ്ലി നമ്മൾ പഠിക്കാതെ നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു ക്വസ്റ്റ്യനും തൊടാൻ വേണ്ടി പറ്റൂല. സോ ബേസിക്കലി ഈ പറഞ്ഞ ലിസ്റ്റ് പഠിക്കലാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 3 ടൈപ്പേ നമുക്ക് പഠിക്കാനുള്ളത്. സിമ്പിൾ ആണ്, 3 ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടഡ് സ്പീച്ച് സെറ്റാണ്. ഈ 4 മാർക്ക് നമുക്ക് സെക്യൂർ ചെയ്യാം. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാമെന്ന് നോക്കാം. സോ ഇവിടെ ഒരു രവിയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? അതൊരു ചോദ്യമല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്നത്. സോ നമുക്കറിയാം ക്വസ്റ്റ്യൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിത് ഓൾറെഡി 10th പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. WH ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ WH സ്റ്റാർട്ട് ചെയ്യുന്ന വേർ, വിച്ച്, വാട്ട്, വെൻ, വൈ, ഹൂ, ഇങ്ങനെയുള്ള WH സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഹൗ, ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഓൾഡ്, ഹൗ ഓഫൻ എന്നൊക്കെ പറഞ്ഞിട്ട് H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ചോദ്യങ്ങളെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാലോ, അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഒന്നും ഉണ്ടാവില്ല, അവിടെ ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷോൾ എന്നൊക്കെ പറയുന്ന ഓക്സിലറി വെർബ് വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന്റെ ഉത്തരങ്ങൾ എപ്പോഴും എയ്തർ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. സിമ്പിൾ ആണ്. ഇനി WH ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുക, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? അത് WH അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, വാട്ട് വെച്ചിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന സമയത്തിലെ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിന്റെ സ്പീക്കർ ഇങ്ങോട്ട് താഴേക്ക് എടുത്ത് എഴുതുക. സ്പീക്കർ ആരാ? മായാണ് നമ്മുടെ സ്പീക്കർ. മായ എന്താ ചെയ്യുന്നത്? റിപ്പോർട്ടിംഗ് വെർബ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ടിംഗ് വെർബ് ഓൾവേസ് ആസ്ഡ് എന്നുള്ളതായിരിക്കും. ആസ്ഡ്. അപ്പൊ മായ ആസ്ഡ്. എന്താണ് മായ ചോദിക്കുന്നത്? ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ആണ് വാട്ട്. മായ ആസ്ഡ് വാട്ട്. ഇനി ബാക്കി വരുന്ന ഈ സെന്റൻസ് ആണ് നമ്മുടെ കൺവേർട്ടഡ് സെന്റൻസ് എന്ന് പറയുന്നത്. ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത് ഈസ് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. യുവർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ലെറ്റ്സ് സേ ഇത് മായ ചോദിക്കുന്നത് രാമുവിനോടാണ്, അപ്പൊ ഹിസ് ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതായിട്ട് മാറും. ഹിസ് ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതായിട്ട് മാറും. പക്ഷെ ഇവിടെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്. ആ ഗോൾഡൻ റൂൾ അറിയാതെ നമ്മൾ ഇത് എഴുതാൻ പോകരുത്, കൺവേർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഗോൾഡൻ റൂൾ ഇത്രയേ ഉള്ളൂ, പഠിച്ചു വെച്ചോ. സബ്ജക്ട് ഫസ്റ്റ്. സബ്ജക്റ്റ് ആയിരിക്കണം ആദ്യം വരേണ്ടത്. കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുവർ ഫേവറേറ്റ് ഫുഡ് ആണ്. അതിന് നമ്മൾ കൺവേർട്ട് എഴുതുമ്പോൾ അല്ലേ ഹിസ് ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതായിട്ട് മാറും. അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഹിസ് ഫേവറേറ്റ് ഫുഡ്
ഈസ് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഹിസ് ഫേവറേറ്റ് ഫുഡ് വാസ് എന്നുള്ളതായിട്ട് മാറും. ഇത്രയേ ഉള്ളൂ കൺവേർട്ട് ചെയ്യാൻ. വളരെ സിമ്പിൾ ആണ്. ഇവിടുത്തെ ഗുപ്ത ഒരു ചോദ്യം ചോദിക്കുന്നു, വെൻ വിൽ യുവർ ബ്രദർ കം ബാക്ക് എന്ന് ചോദിക്കുന്നു. ഇവിടെ എന്താ ആദ്യം എഴുതേണ്ടത്? സ്പീക്കറിനെയാണ് ആദ്യം എഴുതേണ്ടത് ഗുപ്ത. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്ന ആസ്ഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വെൻ ആണ്. ഇനി കൺവേർട്ട് ചെയ്യാനുള്ളത് വിൽ യുവർ ബ്രദർ കം ബാക്ക് എന്നുള്ളതാണ്. പക്ഷെ യുവർ ബ്രദർ ആണ് ഇവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഗോൾഡൻ റൂള്. അതാണ് ആദ്യം വരേണ്ടത്. യുവർ ബ്രദർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹെർ ബ്രദർ എന്നുള്ളതായിട്ട് മാറും. കാരണം ഇത് മാഗിയോടാണ് ചോദിക്കുന്നത്. മാഗി ഒരു ഗേൾ ആയതുകൊണ്ട് ഹെർ ബ്രദർ എന്നുള്ളതായിട്ട് മാറും. വിൽ എന്നുള്ളത് എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. വില്ല് വുഡ് ആയിട്ട് മാറി. ഇത് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ട് കേട്ടോ, ഞാൻ വെറുതെ വായി തോന്നിയത് പറയല്ല. കണ്ടോ, വില്ല് വുഡ് ആയിട്ട് മാറും. വുഡ് കം ബാക്ക്. ഇനി കം ബാക്കിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. വുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ വെർബിനെ ഒന്നും മാറ്റാൻ നിൽക്കരുത്, ഉള്ള മാർക്കും പോവും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ. ദ ബോയ് ചോദിക്കുക, ഹൗ ഡിഡ് യു ബിക്കം എ സക്സസ്ഫുൾ സയന്റിസ്റ്റ് എന്നുള്ളത് ചോദിക്കുക. ഇവിടെ നമ്മുടെ സ്പീക്കർ ദ ബോയ് ആണ്. ആസ്ഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഹൗ ആണ്. ഇനി ബാക്കിയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഹി ആണ് നമ്മുടെ സബ്ജക്ട്. ബാക്കി അങ്ങോട്ട് മാറ്റി എഴുതുക. ഹാഡ് ബിക്കം എ സക്സസ്ഫുൾ സയന്റിസ്റ്റ് എന്നുള്ളത് മാറ്റി അങ്ങോട്ട് എഴുതുക. ഇവിടെ ഡിഡ് വന്നത് കൊണ്ടാണ് നമ്മുടെ ഹാഡ് പ്ലസ് V3യിലേക്ക് ഇതിനെ മാറ്റി എഴുതുക. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, അതും ഞാൻ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. V2യിലുള്ളതൊക്കെ ഈ ഡിഡ് എന്ന് പറഞ്ഞത് എന്താ? അത് V2 ആണ്. അതിന് മാറ്റി അങ്ങോട്ട് എഴുതിയതാണ്. ഹാഡ് പ്ലസ് V3. ഇവിടെ ബിക്കം ആണ് നമ്മുടെ V3 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് നമ്മുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇവിടെ സിമ്പിൾ ആണ്. നമ്മൾ സ്പീക്കറിനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ റിപ്പോർട്ടിംഗ് വേർബ് വേണം, ലിങ്കിങ് വേർഡ് വേണം. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ലിങ്കിങ് വേർഡ് വേണം. ലിങ്കിങ് വേർഡിന് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഇഫ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ, രണ്ട് യൂസ് ചെയ്താലും ശരി തന്നെയാണ്. പിന്നെ ബാക്കി കൺവേർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇവിടെ മായ ചോദിക്കുക, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ? അതിന്റെ ഉത്തരം രാമു പറഞ്ഞത് യെസ് എന്നുള്ളതിന്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മായയുടെ ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ആദ്യം സ്പീക്കറിനല്ലേ വേണ്ടത്? സ്പീക്കർ മായയാണ്, സംശയമൊന്നുമില്ല. മായ റിപ്പോർട്ടിംഗ് വേർബ് ഓൾറെഡി ആസ്ഡ് എന്നുള്ളതാണ്. അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിലും WH ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യൻ ആണോ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് അത് ആസ്ഡ് എന്നുള്ളത് തന്നെ ആയിരിക്കും. മായ ആസ്ഡ്. ഇനി നമുക്ക് വേണ്ടത് ലിങ്കിങ് വേർഡ് ആണ്. ഇഫ് തൽക്കാലം ഞാൻ യൂസ് ചെയ്യുന്നു. ഇഫ്. ഇനി നമുക്ക് വേണ്ടത് കൺവേർട്ടഡ് സെന്റൻസ് ആണ്. ഇവിടെ കൺവേർട്ടഡ് സെന്റൻസ് എഴുതുന്ന സമയത്ത് ഇവിടെയും സബ്ജക്റ്റ് ആയിരിക്കണം ആദ്യം. യു ആണ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ രാം ആണ് സബ്ജക്റ്റ്. അപ്പൊ എന്താക്കണം? ആസ്ഡ് ഇഫ് രാം. ഈ ആർ എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. രാം വാസ് ഷോർ. രാം വാസ് ഷോർ അബൌട്ട് കമ്മിങ്. ടുമോറോ ആണോ? അല്ല, ടുമോറോ അല്ല, ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഷോർ അബൌട്ട് കമ്മിങ് ദ നെക്സ്റ്റ് ഡേ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ടുമോറോ എന്നുള്ളത് ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അതിന് മുന്നേ നമുക്ക് ടൈപ്പ് നമ്പർ 2 ഞാൻ പറഞ്ഞുതരാം. ടൈപ്പ് നമ്പർ 2 അല്ലെങ്കിൽ ടൈപ്പ് നമ്പർ 3. WH ക്വസ്റ്റ്യനും യെസ് ഓർ നോ ക്വസ്റ്റ്യനും കഴിഞ്ഞ് ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ പറയുന്നത്. ഒന്നെങ്കിൽ റിപ്ലൈ ആണ്, അല്ലെങ്കിൽ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. ഇതിന്റെ ഉത്തരവല്ല, നമ്മൾ ചുമ്മാ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാം. നിന്നെ കാണാൻ കൊള്ളാം, അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ? അങ്ങനെ സ്റ്റേറ്റ്മെന്റുകൾ പറയുന്ന സമയത്ത് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത്. സോ ഇവിടെ യങ് സീകൾ പറയാം, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ഏട്ടാ എന്ന് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്പീക്കർ വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കണം. ഇവിടെ റിപ്പോർട്ടിംഗ് വേർബിന് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഈ റിപ്ലൈ ആണ് ചെയ്യുന്നതെങ്കിൽ റിപ്ലൈഡ് എന്ന് പറയാം. ഇനി വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സെഡ് അല്ലെങ്കിൽ ടോൾഡ് എന്ന് പറയാം. പിന്നെ ലിങ്കിങ് വേർഡ് ആണ് കൊടുക്കേണ്ടത്. ലിങ്കിങ് വേർഡ് ആണ് ദാറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ പിന്നെ ബാക്കി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത പോലെ തന്നെ, കഴിഞ്ഞ ഫോർമാറ്റിലൊക്കെ ചെയ്ത പോലെ തന്നെ ആ കൺവേർട്ട് ചെയ്യുക ആ സെന്റൻസ്. എക്സാമ്പിൾ നോക്കിക്കോ. യങ് സീകളാണ് നമ്മുടെ സ്പീക്കർ അല്ലേ? യങ് സീകൾ. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ഇതൊരു റിപ്ലൈ അല്ലല്ലോ, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. എനിക്ക് പറക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. അപ്പൊ നമ്മളിവിടെ സെഡ് എന്ന് പറയാം. യങ് സീകൾ സെഡ്. ഇനി ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ആണ്. സെഡ് ദാറ്റ്. നമുക്ക് എപ്പോഴും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സ്പീക്കറിനല്ല, സബ്ജക്റ്റ് ആദ്യം വരണം. ഇവിടെ ഐ ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി. ഡോണ്ട് എന്നുള്ളത് ഡിഡന്റ് ആയിട്ട് മാറും. ഹി ഡിഡന്റ് തിങ്ക്. ഐ പിന്നെ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ക്യാൻ എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. ഹി കുഡ് ഫ്ലൈ എന്നുള്ളതായിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ആയി.
ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. 2022 ഇംപ്രൂവ്മെന്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പോർട്ട് ദ കോൺവെർസേഷൻ. മാഗി ഗുപ്ത സെഡ്, ഐ വിൽ യൂസ് ദിസ് ഷില്ലിംഗ് ടു ബൈ ഫ്ലവേഴ്സ് ആൻഡ് പുട്ട് ദം ഓൺ യുവർ ബ്രദേഴ്സ് ഗ്രേവ്. ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലേ, ഇതൊരു ക്വസ്റ്റ്യൻ ഒന്നുമല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് പറയാണ്. അപ്പൊ നമുക്ക് ആദ്യം സ്പീക്കറിനെ ഇങ്ങോട്ട് എടുത്ത് എഴുതാം, ഗുപ്ത. റിപ്ലൈ അല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് സെഡ് എന്ന് പറയാം. ഗുപ്ത സെഡ് ദാറ്റ് ഐ എന്തായിട്ട് മാറും? ഹി എന്നുള്ളതായിട്ട് മാറും. ഹി വില്ല് വുഡ് ആയിട്ട് മാറും. ഹി വുഡ് യൂസ് ദിസ് എന്നുള്ളതായിട്ട് ദാറ്റ് ആയിട്ട് മാറും. ദാറ്റ് ഹി വുഡ് യൂസ് ദാറ്റ് ഷില്ലിംഗ് ടു ബൈ flowers and put them or put those on your brother's grave ആണോ? on her brother's grave എന്നുള്ളതായിട്ട് മാറും. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ചേഞ്ച് ദ ഗിവൻ സെന്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഗ്രറ്റ പറയുന്നു, ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഇത് പറയുന്നതും ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ ഗ്രറ്റസ് ഫാദർ പറയുന്നു, നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദോസ്. അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടും നമുക്ക് മാറ്റി എഴുതാം. ഇവിടെ നമ്മുടെ ഒന്നാമത്തെ സെന്റൻസിൽ നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത് ഗ്രറ്റയാണ്. സോ ഗ്രറ്റ ടോൾഡ്, നമ്മുടെ ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ്. ടോൾഡ് ദാറ്റ്. ഐ തോട്ട് എന്നുള്ളത് എന്തായിട്ട് മാറും? ഷീ തോട്ട്. ഓൾറെഡി അത് V2-ലാണുള്ളത്. അപ്പൊ V2-ലുള്ള ഒരു സാധനത്തെ നമ്മൾ എന്താക്കി എഴുതണം? ഹാഡ് പ്ലസ് V3-യിലേക്ക് മാറ്റി എഴുതണം. ഷീ ഹാഡ് തോട്ട്. യു അല്ല, ഹി അല്ലെ, ഫാദറിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഹി കുഡ് മേക്ക് റിയൽ പീച്ചസ്. ഓക്കെ, അതിന് ഗ്രറ്റാസ് ഫാദർ പറയുന്ന അനദർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് റിപ്ലൈ ഒന്നല്ല കേട്ടോ, ഇതൊരു ചോദ്യം ഒന്നല്ല. അതിന് റിപ്ലൈ പറയുന്നത് ഫാദർ എന്ന് നമുക്ക് കൊടുക്കാം സ്പീക്കറിന്. ഫാദർ സെഡ് ദാറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. സെഡ് ദാറ്റ്. യു എന്തായിട്ട് മാറും? ഷീ ആയിട്ട് മാറും. ഷീ ഹാവ് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഷീ ഹാഡ് ടു ഗോ to the store for those എന്നുള്ളതായാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, ഇനി നമുക്ക് വേറെയും ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് ഇമ്പരറ്റീവ് സെന്റൻസുകളെയാണ്. നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കമാൻഡ് ചെയ്യുന്ന സമയത്ത്, ഓർഡർ ചെയ്യുന്ന സമയത്തൊക്കെ, അഡ്വൈസ് കൊടുക്കുന്ന സമയത്തൊക്കെയാണ്. അതിലൊരൊറ്റ കാര്യം പഠിച്ചാൽ മതി. ഇവിടെ നമ്മൾ സ്പീക്കറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടിംഗ് വേർബ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ലിങ്കിങ് വേർഡ്. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ആ ഒരു സെന്റൻസിന്റെ സ്വഭാവം പോലെയാണ്. അത് റിക്വസ്റ്റ് ആണെന്നെങ്കിൽ റിക്വസ്റ്റഡ്, സജഷൻ ആണെങ്കിൽ സജസ്റ്റഡ്, കമാൻഡ് ആണെന്നുണ്ടെങ്കിൽ കമാൻഡഡ് എന്നുള്ളത്. ഇത് അങ്ങനെ ചോദിക്കാറില്ല സാധാരണ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും പഠിച്ചിരുന്നു. ഇതിന്റെ ലിങ്കിങ് വേർഡ് എന്ന് പറയുന്നത് ടു ആണ്. പിന്നെ ബാക്കി കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താര പറയാം, പ്ലീസ് ക്ലോസ് ദ ഡോർ. അപ്പൊ ഇതൊരു റിക്വസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്പീക്കർ എഴുതി താര, റിക്വസ്റ്റഡ് എന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്. അത് കഴിഞ്ഞ് റിക്വസ്റ്റഡ് മീ, ടു നമ്മൾ എന്ത് കൊടുത്തു? ലിങ്കിങ് വേർഡ് ആയിട്ട് കൊടുത്തു. ബാക്കി അങ്ങോട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. The conversation between Maggie and Mr. Gupta in The Price of Flowers is given below. Report this conversation എന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഫ്രാങ്ക് is buried at Fort Monroe near Dara Ghazi Khan എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? ഇതിന് നമുക്ക് എങ്ങോട്ട് മാറ്റി എഴുതാം? ഓക്കെ, സ്ഥലമില്ലല്ലോ, അപ്പൊ നമുക്ക് മായ്ച്ചെഴുതാം. അപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ആദ്യം നമുക്ക് സ്പീക്കറിന് എഴുതാം. Maggie said that Frank ആണ് നമ്മുടെ സബ്ജക്റ്റ്. ഫ്രാങ്ക് ഈസ് എന്തായിട്ട് മാറും? വാസ് ആവും. was buried at Fort Monroe near Dara Ghazi Khan എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമായി. ഇനി Mr. Gupta, when I go to that part of the country, I shall visit your brother's grave and write to you. അല്ലേ? അപ്പോൾ Mr. Gupta said, told that
ഓക്കെ, നമുക്ക് ആദ്യം ഈ ഇതൊരു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ നമുക്ക് തല തിരിച്ചെഴുതാം. ആദ്യം ഐ ഷോൾ വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് എന്ന് കൊടുക്കാം. അപ്പൊ ഐ വെച്ചിട്ട് തുടങ്ങാം അല്ലെ. ഹി ഷോൾ എന്തായിട്ട് ഷുഡ് ആയിട്ട് മാറും. ഹി ഷുഡ് വിസിറ്റ് യുവർ ബ്രദേഴ്സ് ഗ്രേവ് ആണോ? അല്ല, ഹെർ ബ്രദേഴ്സ് ഗ്രേവ്. പിന്നെ ആൻഡ് റൈറ്റ് ടു യു ആണോ? റൈറ്റ് ടു ഹെർ. ഇനി നമുക്ക് ഈ ഭാഗം എഴുതാം. റൈറ്റ് ടു ഹെർ. വെൻ ഐ എന്തായിട്ട് മാറും? ഐ ഹി ആയിട്ട് മാറും. വെൻ ഹി ഗോ. ഇവിടെ വെൻ വന്നുകൊണ്ടാണ് നമ്മൾ ഗോനൊന്നും മാറ്റാത്ത കേട്ടോ. വെൻ ഹി ഗോ ടു ദാറ്റ് പാർട്ട് ഓഫ് ദ കൺട്രി എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി എഴുതാനുണ്ട്. സോ നമുക്ക് തൽക്കാലം ഇതിനെ മാറ്റി എഴുതാം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എഴുതാം. ഓക്കെ, സോ ഇതിന് മാഗി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മാഗി, വിൽ ഇറ്റ് ബി ട്രബിൾസം ഫോർ യു എന്നുള്ളത് എങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? ഇത് വില്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്താണ്, ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഇതിന്റെ റിപ്ലൈയും നോ എന്നാണ്. അപ്പൊ നമുക്ക് മാഗി അങ്ങോട്ട് സ്പീക്കറുടെ താഴത്തേക്ക് എഴുതാം. മാഗി ആസ്റ്റ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ്. ആസ്റ്റ് ഇഫ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പൊ അതിനെ അങ്ങോട്ട് മാറ്റി എഴുതണം. ഇറ്റ് എന്തായിട്ട് മാറും? ദാറ്റ് ആയിട്ട് മാറും. ഇഫ് ദാറ്റ്, വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. ദാറ്റ് വുഡ് ബി ട്രബിൾസം ഫോർ യു ആണോ? അല്ല, ഫോർ ഹിം. ഓക്കെ, ഇനി അതിന് മിസ്റ്റർ ഗുപ്ത റിപ്ലൈ കൊടുക്കാണ്. മിസ്റ്റർ ഗുപ്ത നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്താ? റിപ്ലൈഡ് ആണ്. ഇത് റിപ്ലൈ ആയതുകൊണ്ട് റിപ്ലൈഡ്. ദാറ്റ് ആണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. റിപ്ലൈഡ് ദാറ്റ് ഡറ ഖാസി ഖാൻ ഈസ് എന്തായിട്ട് മാറും? വാസ് ആയിട്ട് മാറും. ഡറ ഖാസി ഖാൻ വാസ് നോട്ട് വെരി ഫാർ ഫ്രം മൈ പ്ലേസ് ആണോ? ഹിസ് പ്ലേസ് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇവിടെയുള്ള എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാവുന്നുള്ളൂ. 2 സെക്കൻഡ് പുറകിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് സ്പീച്ച് എഴുതുന്നത്. ഇത്രയും 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസേ വരെയുള്ളൂ. ഒന്ന് WH ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്. ഈ 3 ടൈപ്പേ നമ്മളോട് ചോദിക്കുള്ളൂ. സോ റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മളങ്ങനെ നിങ്ങൾ ഇതുവരെ പഠിക്കാത്തവരാണെന്നുണ്ടെങ്കിലും ഇത് ഓൾറെഡി അവിടെയും ഒക്കെ അറിയുന്നവരാണെന്നുണ്ടെങ്കിലും ഇത് ബേസിക്കലി സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള റൂൾസ് പഠിക്കുക, ബേസിക് ആയിട്ടുള്ള വേർഡ്സിന് വരുന്ന മാറ്റങ്ങൾ പഠിക്കുക. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് റിപ്പോർട്ടിംഗ് സ്പീച്ചിൽ. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.